ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ 4 മണി പലഹാരമാണ് കേട്ടോ. റാഗിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നോക്കിയാലും നമ്മളിത് ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇലയടയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 അച്ച് ശർക്കര, ഒരു 150 ഗ്രാമോളം ശർക്കര ഉണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉരുക്കി വരാനായിട്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിന് ഒരുപാട് സമയം വേണം ഒരു ശർക്കര പാനിയൊക്കെ വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ശർക്കര ഒക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കണം കേട്ടോ. കാരണം ഇതിൽ ചെറിയ തരിയും മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് അരിച്ചിട്ട് വീണ്ടും ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൊടിയും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര ആണെന്നുണ്ടെങ്കിൽ ധരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം വീണ്ടും ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും ചെറുജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടിട്ട്. ഇത് 3ഉം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമുക്ക് അടക്കി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവറുകളൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നാടൻ 4 മണി പലഹാരമൊക്കെ ചേർക്കുമ്പോൾ ചെറിയ ജീരകവും അതുപോലെ ചുക്കും ഏലക്കൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ആ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അട ഉണ്ടാക്കാനായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കുന്ന ഒരു പുല്ലുപൊടി ഉണ്ടല്ലോ, അതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതൊരു ദോശ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത്. ഒരുപാട് ലൂസാവാൻ പാടില്ല. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് അട ചുട്ടെടുക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ 2 രീതിയിൽ ഇത് തയ്യാറാക്കുന്നുണ്ട്. അതായത് വാട്ടിയ ഇലയിലും വാട്ടാത്ത ഇലയിലും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാട്ടാത്ത ഇലയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കയ്യിൽ മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലേക്കൊക്കെ പോകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊരു തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഇല തന്നെ എടുക്കണം അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡിലേക്കൊക്കെ നമ്മൾ മാവ് ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ പൊട്ടി പൊട്ടി പോകും. അപ്പോൾ അതുകൊണ്ട് സൈഡിലേക്കൊന്നും ഒരുപാട് പോകാതെ വേണം നമുക്കിതുപോലെ ഒന്ന് ആക്കിയെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് ആവി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വാട്ടിയ ഇലയിൽ ഇതുപോലെ തന്നെ മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ട് പരത്തിയെടുക്കാം. വാട്ടിയ ഇലയിലാവുമ്പോൾ നമുക്കിങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. മടക്കുന്ന സമയത്ത് ഇലയൊന്നും പൊട്ടിപ്പോകില്ല. വാട്ടാത്ത ഇലയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം മടക്കിയെടുത്ത പോലെ തന്നെ മടക്കിയെടുക്കാം. അപ്പോൾ വാട്ടിയ ഇലയാവുമ്പോൾ നമുക്ക് 2 സൈഡിൽ നിന്നും പിന്നെ മുകൾ ഭാഗമൊക്കെ മടക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് നേരെ നമുക്ക് ആവിപാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നോരോന്നാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ 2 ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ ആവിപാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വെക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ കൊലിച്ചു പോകും. അപ്പോൾ ഞാനിതെല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ പൊന്താതിരിക്കാനൊരു വാഴ തണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇതായി കിട്ടും കേട്ടോ. വളരെ തിന്നായിട്ടാണ് നമ്മൾ ഇത് പരത്തിയൊക്കെ എടുത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിത് അടയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇലയൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം. അപ്പോൾ അതേ ഇലയൊക്കെ ഇങ്ങനെ വിടിയിച്ചെടുക്കുമ്പോൾ സൈഡുകളിലേക്കൊക്കെ മാവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ ഒന്ന് പൊട്ടി പൊട്ടി പോകും കേട്ടോ.
അതാ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റാഗിപ്പൊടി കൊണ്ടുള്ള ഇലയടയാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.